Hello, welcome to market discussion of the day. Today, October 14, 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 2 ബാച്ചായിട്ടാണ് ഈ ക്ലാസ് നടക്കുന്നത്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരേ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ ഈ ഒരു ടൈമിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഗോൾഡ് 4123. ഇന്ന് രാവിലെ 6 മണിക്ക് 4180 വരെ മാർക്കറ്റ് റീച്ച് ആയിട്ടുണ്ട്. ഓൾ ടൈം ഹൈ വീണ്ടും റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ അതിനുശേഷം അവിടുന്ന് 4180 അവിടെ എത്തിയിട്ട് മാർക്കറ്റ് എന്ത് പറ്റി, ഒറ്റ ക്യാൻഡിൽ 4480 താഴോട്ട് 4090 വരെ പോയിട്ടുണ്ട്. $90 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് റീച്ച് ആയിട്ടുള്ളത് ഗോൾഡ് അല്ലേ. സോ അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് ഭയങ്കര എന്താ പറയുക വോളറ്റൈലാണ്, ഗോൾഡിൽ ട്രേഡ് ചെയ്യേണ്ട തൽക്കാലം എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ, വേറെ ഒന്നും കൊണ്ടിട്ടല്ല. സോ ഒറ്റയടിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങ് പോക്കങ്ങ് പോകും അല്ലേ. സോ ബേസിക്കലി എന്താ പറയുക, ഗോൾഡ് ഭയങ്കര വോളറ്റൈലാണ്. എന്ത് ചെയ്താലും സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ വളരെ ചെറിയ ലോട്ട് സൈസ് മാത്രം എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ബൈ സൈഡിൽ മാത്രം നിൽക്കുക. അങ്ങനെ 3-4 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം അല്ലേ. സോ നമുക്ക് നേരെ നമ്മളുടെ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് വരാം. കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്കിന്ന് നമ്മൾ GBPയിലൊക്കെ ഒറ്റയടിക്ക് മാർക്കറ്റ് 1.1350 അവിടുന്ന് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഓൾമോസ്റ്റ് 1.3250 ആണ്. ഓൾമോസ്റ്റ് 100 പിപ്പോളം ഒറ്റയടിക്ക് GBP താഴെ വീണു. അതിനുള്ള റീസൺ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ന് IMFൻ്റെ മീറ്റിംഗ് ഉണ്ട്. നമ്മൾ ഈ ആഴ്ച ഫുൾ IMFൻ്റെ മീറ്റിംഗ് ഉണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ GBPന്ന് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വന്നിട്ട് 4.8% ആണ് വന്നത്. അതായത് 4.3% ആയിരുന്നു, അത് 4.8%. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് കൂടി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. അത് GBPയെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതിൻ്റെ കൂടെ ക്ലെമന്റ് കൗണ്ട് ചേഞ്ച് എന്താ വെച്ചാൽ, ക്ലെമന്റ് കൗണ്ട് ചേഞ്ച് പ്രസൻറ്റ്സ് ദ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ക്ലെയിമിങ് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ഡ്യൂറിങ് ദ ഗിവൺ മന്ത്. സോ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ നമ്പറാണിത്. ഓക്കെ, സോ അതും ഭയങ്കര നമ്പർ കൂടുതലാണ്. 20.2K നിന്ന് 25.7K ആയി മാറി. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഫോർ 3 months. അൺഎംപ്ലോയ്മെൻറ്റ് ചേഞ്ച് 3 months measures a change in the number of officially employed UK citizen in the reported 3-month period compared to the same period a year earlier. Employment growth is a sign of a stronger labor market and can be seen as a positive for the pound quote. So basically 178Kയിൽ നിന്ന് പകുതിയായി 91K ആയി. ഇത് അതായത് UK സിറ്റിസൺസിന് എത്ര പേർക്ക് എംപ്ലോയിഡ് ആണ് എന്നുള്ളൊരു കഴിഞ്ഞ വർഷം ഇതേ സെയിം മന്തിൽ വെച്ചാണ് ഇതിൻ്റെ കമ്പാരിസൺ നടക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ വളരെ 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 നെഗറ്റീവാണ്. ഇവിടെ പല ആൾക്കാർക്കും ജോലിയൊന്നുമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. സോ അതുകൊണ്ടിട്ട് തന്നെ GBP ഒറ്റയടിക്ക് താഴെ വീണ് പോവുകയും ചെയ്ത ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ന്യൂസ് ബേസ്ഡ് ആയിരുന്നു ഇന്നത്തെ നമ്മളുടെ GBP ഒറ്റയടിക്ക് താഴെ വീഴാനായിട്ടുള്ള റീസണും. ഓക്കെ, സോ ഇന്ന് വൈകുന്നേരം നമുക്ക് നമ്മുടെ ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് ഉണ്ട്. വൈകുന്നേരം 5:20 ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. അത് വലിയ വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാക്കും. അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. അതിനുശേഷം 6 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ചും ഉണ്ട്. അതോടെ ചിലപ്പം GBP മുകളിലോട്ട് പോകാം, അറിയില്ല. ഓക്കെ, സോ നാളെയും നമുക്ക് IMFൻ്റെ മീറ്റിംഗ് ഉണ്ട്. നാളെ നമുക്ക് ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. കാരണം വലിയ ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. നാളെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് എന്താണ്, ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, അതിന് മുന്നേ ആയിട്ട് ഇവിടെ ലൈറ്റ് വീണ്ടും ഓഫായി. അതാണ്
ഞാനത് ഓക്കെ. സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ JPY തന്നെ വരാം. ഫസ്റ്റിൽ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് JPY 152.01 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 151 താഴെയായിട്ടായിരുന്നു പല മാർക്കറ്റ് ഓപ്പണിങ്സും. ഏഷ്യ ഇന്നലെ ക്ലോസ് ആയ 152 മുകളിലായിരുന്നു. ഏഷ്യ ഓപ്പണിംഗ് 152 മുകളിലാണ്. പക്ഷേ യൂറോപ്പ് ഓപ്പണിംഗ് 152 താഴെയായിരുന്നു. ഏഷ്യ ക്ലോസിംഗ് നമുക്ക് 152 മുകളിലാണ് എങ്കിൽ അവിടുന്ന് ചെറിയൊരു ബൈ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്, തെറ്റില്ലാത്ത കാര്യമാണ് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, 152 മുകളിൽ 2.5 മണിക്കുള്ള ക്യാൻഡിലും 152 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. എന്ത് JPY കാര്യത്തിനകത്ത് ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മളുടെ 152 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 151.60 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. 60 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 152 അവിടെ നിന്നുള്ളൊരു ബൈ 10:30 മണിക്ക്, അതായത് ഇന്ത്യൻ ടൈമിങ് 2:30 മണിക്ക് 152 മുകളിലാണ് എങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ 1.538 നിൽക്കുന്നു. 1.1500 അവിടെ കിട്ടിയാൽ നല്ലൊരു ബൈ എൻട്രി ആയിരിക്കും. ഓക്കെ, അത് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ആണ് കൂടുതലുള്ളത്. 1.1500 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയും അത് നമുക്ക് നല്ല ഒരു പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യാം. 1.1500 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1440 താഴെ സ്റ്റോപ്പ് ലോസും വെക്കണം. അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തു പോവുകയും ചെയ്യണം. ഓക്കെ, സോ അതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP ന്യൂസ് കൊണ്ട് താഴോട്ട് പോയി എന്നുള്ളത് സത്യമാണ്. 1.3260 നല്ലൊരു സപ്പോർട്ടാണ്. പ്രീവിയസ്ലി പോയപ്പോൾ 1.3260 വരെയാണ് പോയത്. അത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കാം, നമുക്ക് അറിയില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മളൊന്ന് കെയർഫുള്ളായിട്ടിരിക്കണം GBPയുടെ കാര്യത്തിനകത്ത്. കാരണം ന്യൂസ് വളരെ 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 നെഗറ്റീവായിട്ടാണ് ന്യൂസ് വന്നത്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് GBPയിൽ ഇത്രയും നെഗറ്റീവ് ന്യൂസ് കാണുന്നത്. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ നിന്ന് വേണമെങ്കിലും നമുക്കൊരു ബൈ ചെയ്യാം. നല്ല പോയിന്റാണ് 1.3260. സ്റ്റോപ്പ് ലോസ് 1.3240 താഴെ ടൈറ്റായിട്ട് വെച്ചാൽ മതി കേട്ടോ. കാരണം അടുത്ത മാർക്കറ്റ് അവർ ഇതിൻ്റെ മുകളിലല്ല എങ്കിൽ മാർക്കറ്റ് ഉറപ്പായിട്ടും താഴോട്ട് പോകും. 100% താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഈ ഒരു ബൈ എടുക്കുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യം കൂടെയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ 4128 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. മാർക്കറ്റ് താഴെ വീണപ്പോൾ 4090 വരെ ആണ് മാർക്കറ്റ് റീച്ച് ആയിട്ടുള്ളത്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു കമൻസും എനിക്ക് ഗോൾഡിലില്ല. മാർക്കറ്റ് താഴെ വീണ് കിട്ടിയാൽ 4090 4100 എന്ന് പറയുന്ന റേഞ്ചിലോട്ടൊക്കെ വീണ് കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ് ഗോൾഡിൻ്റെ കേസിൽ. ഓക്കെ, അല്ലാതെ വേറെ ഒരു സാഹസമൊന്നും ഇവിടുന്ന് നമുക്ക് കാണിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് പണിയാവത്തേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. കാരണം മാർക്കറ്റ് 4180 റെസിസ്റ്റ് ചെയ്യും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇവിടുന്ന് എന്ത് ചെയ്യണം എന്ന് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നൊന്നും ചെയ്യാനായിട്ട് പറയുന്നില്ല. മാർക്കറ്റ് റീട്രേസ് ചെയ്ത് കിട്ടിയാൽ 4100 നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4100 അവിടെ കിട്ടിയാൽ നമുക്ക് അവിടെ നിന്നുള്ളൊരു ബൈ ആണ് നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ബൈ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 4112 താഴെ ഒരു ക്യാൻഡിൽ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യവും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ 4110 നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് നമ്മുടെ ഗോൾഡിൽ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. 4100 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ലോ പോയല്ലോ, 4090 താഴെ 4090 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ $25 അല്ലെങ്കിൽ $30 സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ് എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പറഞ്ഞുകൊണ്ട്, അത് മാത്രമല്ല പല ആൾക്കാരും ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ ഏതാണെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. ഓക്കെ, സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് എല്ലാ റെഗുലേഷൻസും ഉള്ള ബ്രോക്കറാണ്. ഇപ്പോൾ നമ്മൾ UK റെഗുലേഷൻ, UAE റെഗുലേഷൻ, അതേപോലെ സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നീ 4 രാജ്യങ്ങളുടെ മേജർ റെഗുലേഷൻസ് ഉള്ള ഒരു ബ്രോക്കറാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ $100,000 വരെ ലോയിഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് UK നമ്പർ 1 ബാങ്ക് ഇൻഷുറും ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ലോയിഡ്സ് ബാങ്ക്. ഇതെല്ലാം നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ബ്രോക്കർ ചൂസ് ചെയ്യാൻ നേരത്ത് നോക്കേണ്ടത്. അതും അതിൻ്റെ റെഗുലേഷൻസും നോക്കണം കേട്ടോ. റെഗുലേഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണണം. പിന്നെ അതിൻ്റെ കൂടെ നല്ല എന്താ പറയുക, സ്പ്രെഡൊക്കെ വളരെ കുറവാണ്. ഓക്കെ, സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് ബോണസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ക്ലയൻസ് അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലയൻസിന് 100% ഡെപ്പോസിറ്റ് ബോണസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് 20% ബോണസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ക്ലയൻസ് ആണെങ്കിൽ ഫസ്റ്റ് ഡെപ്പോസിറ്റിന് 50% ആയിരിക്കും. ഫസ്റ്റ് $500 വരെ 50% ബോണസും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് 20% ബോണസുമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാർ ട്രേഡറിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻവിറ്റേഷൻ കോഡും ഉണ്ടാവും. നിങ്ങൾ ആപ്പ് ത്രൂ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കോഡ് യൂസ് ചെയ്തിട്ട് എനിക്കൊരു കോൺടാക്റ്റ് ചെയ്താൽ എനിക്ക് 1-2 മാസം നിങ്ങൾ ട്രേഡ് ചെയ്തതിന് ശേഷം എനിക്ക് നിങ്ങൾക്ക് പേഴ്സണലി തരാൻ പറ്റുന്ന ഓഫേഴ്സിനെ കുറിച്ചും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.